wanna live my life for you, baby. Come on and tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. ഒരു മധുരക്കിനാവിൻ നഗരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാൽ ഒരു പൊൻവല നീയും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ നഗരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നീയും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ആദരം അമൃത ജലശേഖരം, നയനം മദന ശിശിരാവൃതം. ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും. പൂഞ്ചുരുൾ ചായൽ എന്തൊരുന്മാദം, എന്തൊരാവേശം. ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ, ഒന്നാകുവാൻ. ഒരു മധുരക്കിനാവിൻ നഗരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നീയും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. കളഭ നദികളൊഴുകുന്നതോ, കനകനിധികളുതിരുന്നതോ. പനിമഴയോ പുലരൊളിയോ, കാലഭേദമെഴുതിയൊരീ കാവ്യസംഗീതം. കന്നിത്താരുണ്യം സ്വർണ്ണത്തേൻ കിണ്ണം, അതിൽ വീഴും. തേൻ വണ്ടു ഞാൻ നനയും, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ നഗരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നീയും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ നഗരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവല നീയും. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. തേജസ് സൂപ്പർ. താങ്ക് യു. എന്തായിരുന്നു ഡാൻസ് ഒക്കെ?
ഇതല്ല ഷാഗുലേട്ടന്റെ ഐഡിയ. പക്ഷെ സൂപ്പറായിട്ട് ചെയ്തു. ലാസ്റ്റ് ആ ഒരു സാധനം ഞങ്ങൾ പ്രതീക്ഷിച്ചതേ ഇല്ല. നിനക്കത് പൊട്ടുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പൊട്ടുന്നാ പറഞ്ഞേ. ആണല്ലേ, അതിന് മുന്നേ പൊട്ടി. അതിന് മുന്നേ പൊട്ടി. ഓക്കെ, ചോദിക്കാം. ആരോട് ആദ്യം ചോദിക്കണ്ടേ? തേജസിന്. ശരത് സാറും. ചക്കരെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഇത് തേജബയൻ ഫാമിലി എന്ന് തന്നെ റീമിക്സിന്റെ വേർഷനാണ്. ഇതിന് മ്യൂസിക് ശ്യാം സാറ്, പിന്നെ ദീപക് ദേവ് സാറാണ്. എഴുതിയത് വിച്ചു തിരുമല സാറാണ്. പാടിയത് വിജയേശുദാ സാറും ഷാനിക്കും. ഓ, ഷാന്റെ റോള് കൈകാര്യം ചെയ്തത് നമ്മുടെ യശാണ്. അതെ, വെരി ഗുഡ്. യശ്. ചക്കര നന്നായിരുന്നടാ. നിന്റെ ഒരു എന്താ പറയുക ആക്ടും മൊത്തത്തിന് നല്ല രസമായിരുന്നു. എനിക്ക് അത് മാത്രം മേഘനീലം ഒഴുകി അത് മാത്രം ഒന്ന് പാടിത്തരാമോ? അതിന് കുറച്ചും കൂടെ നോട്ട് ക്ലാരിറ്റി ഉണ്ടായാൽ കൊള്ളാമെന്ന് തോന്നുന്നു. മേഘനീലമൊഴുകി വരും. ഗുഡ് 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 ഗുഡ്. പിന്നെ എന്തൊരു ആവേശം എന്ന് പറഞ്ഞപ്പോൾ ആവേശം കൂടിയിട്ടുള്ള ഒരു കൈവിട്ട് പോകലുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല കേട്ടോ. അപ്പം ചക്കര അത്ര ഉള്ള എനിക്ക് എന്തൊക്കെയാലും ഇഷ്ടമായി. പ്രത്യേകിച്ച് ശ്യാം സാറിൻ്റെ പാട്ടായിരുന്നു കേട്ടോ. അത് കുറേ ഇഷ്ടം. ലവ് യു ചക്കര. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. തേജസ് യെസ് മാം. ഇന്ന് മിന്നി തിളങ്ങുന്നുണ്ട്. ഭയങ്കര തിളക്കം ഡ്രസ്സ്. ലൈറ്റ്സ്, നമ്മുടെ ഗ്രാഫിക്സ് ടീം ലൈറ്റ്സ് അമൃത TV പൊളിച്ച് അടുക്കി മൊത്തം പാട്ട് മിന്നിച്ചു കളഞ്ഞു ശരിക്കും. അശ്വിനും പാടിയില്ലേ യശന്റെ കൂടെ? രണ്ടുപേരും കലക്കി. സൂപ്പറായിരുന്നു. സ്റ്റേജിൽ എപ്പോൾ പാടിയാലും കയ്യടി ഉറപ്പാണ് എന്നുള്ളൊരു പാട്ടാണ് ഇത്. മോനെ സൂപ്പറായിട്ട് പാടി. ഞാൻ തേജസ് ഇത്രയും അധികം ഡാൻസ് കളിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റിലത്തെ സ്റ്റെപ്സ് ഒക്കെ അടിച്ചു സൂപ്പറായിരുന്നു. ഇടയിലൊന്ന് ക്ഷീണം വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി, പക്ഷെ എങ്ങനെയൊക്കെയോ അത് മാനേജായി. അപ്പോൾ തേജസ് എന്തായാലും ഷാനിൻ്റെ കുറച്ച് ലൈൻസ് ഇതിനകത്ത് ഈ പാട്ടിനകത്ത് ഒറിജിനലിലുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു 2 ലൈൻസ് എന്തായാലും കേൾക്കണം. ഡെഫിനറ്റ് ആയിട്ട് കേട്ടാ പറ്റൂ. ഞാൻ കമന്റ് പറഞ്ഞിട്ട് പാടാം. നീ കമന്റ് അടിക്കുന്നതിന് മുൻതൂക്കം എനിക്കറിയാം. തേജസ് യെസ് സർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയാ, ആ കാലത്തെ ഇപ്പം നമ്മൾ ട്രെൻഡിങ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുപോലെ ആ കാലത്ത് ഭയങ്കര ഒരു ട്രെൻഡിങ് അല്ലെങ്കിൽ ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ടുള്ള ഒരു പാട്ട്, പ്രത്യേകിച്ച് റഹ്മാൻക അതില് അഭിനയിച്ച് ഡാൻസ് കളിച്ചാൽ അങ്ങ് പൊളിച്ചടുക്കിയ ഒരു പാട്ട്. അത് ഇപ്പോഴും പിന്നെ റഹ്മാൻക നമ്മൾ ഷോസ് ചെയ്തിട്ടുണ്ട്. ആ ഷോസ് ചെയ്യുമ്പോൾ ഈ പാട്ടില് റഹ്മാൻക ഡാൻസ് ചെയ്യുന്നൊക്കെ കാണണം. ഇപ്പോഴും ആ പഴയ ചുറുചുറുക്കും പരിപാടികളൊക്കെ പുള്ളിക്കുണ്ട്. ആ മനുഷ്യന് ഒരു രക്ഷയില്ല കേട്ടാ. അതുകൊണ്ട് റഹ്മാൻക വലിയൊരു കയ്യടി. എനിക്കാകെ ഇതാണ് ശേഖരം, കളഭം, കാലഭേദം എല്ലാം ഇതായിരുന്നു. കാലഭേദം അതാണ് ഞാൻ പാർവതിക്ക് പഠിക്കാൻ തോന്നുന്നത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ അക്ഷരങ്ങൾ പ്രോപ്പറായിട്ട് പുറത്തേക്ക് കേൾക്കാന്നുള്ള ഒരു ചാലഞ്ചാണ് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളത്. അതൊന്ന് കൃത്യമായിട്ട് തേജസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ പാടി. ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ഫുൾ സോങ് പാടാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെന്നൈയിലേക്ക് പോയത്. അതായത് ദീപകേട്ടൻ എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു. എന്നോട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, നീ വരണം പാടണം എന്ന് പറഞ്ഞു. ഏത് പാട്ടാണെന്നോ എന്താണെന്നോ ഇത് പിന്നെ ഈ ഒരു എവർഗ്രീൻ ടൈംലെസ് സോങ്ങിന്റെ റീമിക്സ് ആണെന്നോ ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ എടാ ഒരു പാട്ടുണ്ട്, നീ ചെന്നൈയിലേക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ദീപകേട്ട എനിക്ക് ഭയങ്കര ഗമകം പരിപാടികളൊന്നും എനിക്ക് നടക്കില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഗമകം സംഗതി പരിപാടിയൊന്നും എനിക്ക് നടക്കില്ല. അത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ കീബോർഡ് വായിച്ച് കേൾപ്പിച്ചു കൊടുത്തിട്ട് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാന്നല്ലാതെ അത് പാടാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നോട് ദീപകേട്ടൻ ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു, അതൊന്നുമില്ല, നീ ഗമകവും കാര്യങ്ങളൊന്നുമില്ല, നീങ്ങ് പോരുന്നു. അങ്ങനെ ഞാൻ ചെന്നൈയിലെത്തി. ദീപകേട്ടൻ്റെ സ്റ്റുഡിയോ എന്നാണ് എന്നോട് പറയുന്നത്, നീ ഒരു മധുരക്കിനാവിന്റെ റീമിക്സ് ആണ് പാടാൻ പോണേന്ന്, മീൻസ് ഫുൾ സോങ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രാന്താണോ, ഈ പാട്ട് ഞാൻ പാടാനോ? അങ്ങനെ ഈ പാട്ട് 2 ലൈൻ ഞാൻ പാടി കേൾപ്പിച്ചു കൊടുത്തു. ഏത് ഒരു മധുരക്കിനാവിൻ. പുള്ളി തന്നെ പറഞ്ഞു വേണ്ടാന്ന്. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എന്നാ നമുക്ക് ഇതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓക്കെ, റീമിക്സ് വേർഷനിലെ അത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയാണ് ഐ വോണ്ട് ലിവ് മൈ ലൈഫ് ഫോർ യു എന്ന് പറഞ്ഞ ആ ഒരു പോർഷൻ വന്നത്. അത് ഭയങ്കര രസമായിട്ട് ഇത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ നാളെ പോകണ്ട, നീ മറ്റന്നാൾ പൊക്കോന്ന് പറഞ്ഞു.
എന്നിട്ട് അടുത്ത ഒരു ദിവസം എനിക്കൊന്നൊരു ഹാഫ് ഡേ കൊണ്ട് ഉണ്ടായ പാട്ടാണ് ഇതേ സിനിമയിൽ തന്നെ പ്രണയനില എന്ന് പറഞ്ഞ പാട്ട്, ഹേ ബേബി. അപ്പൊ അത് തിരുമേനി സ്പോട്ടിൽ എഴുതന്നു, ഞാൻ സ്പോട്ടിൽ പാടി, അടുത്ത ദിവസം ഫ്ലൈറ്റ് കയറിയിട്ട് തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറിയും കൂടി ഉണ്ട്. ഞാൻ ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് പോയത്, പക്ഷെ പകരം എനിക്ക് ഇതിൽ കുറച്ച് ഇംഗ്ലീഷും മറ്റൊരു ഫുൾ ഒരു മലയാളം സോങ് കിട്ടി. അപ്പൊ അതിന് ദീപകേട്ടാ താങ്ക് യു. അപ്പൊ നമുക്കെന്നാ അത് കേൾക്കാം. പിന്നല്ലാണ്ട് അതെ I wanna live my life for you, baby. You gotta tell me that you feel it too. I'm gonna live my life for you, baby. You gotta tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. I wanna live my life for you, baby. You gotta tell me that you feel it too. Thank you. താങ്ക് യു. ആകെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മാർക്സ് ചോദിക്കാം. ശരി. ഓക്കെ, ഷാനിക. തേജസ്സിന് 8.8. ചേച്ചി. ഞാൻ വളരെയധികം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ ഗാനക്കുടത്തിലേക്ക് ഇടുകയാണ്. താങ്ക് യു ചേച്ചി. ഓക്കെ, ശരത് സർ, എന്തോ എത്രയാണ് തേജസിന്റെ മാർക്ക്? തേജസ്സിന് എന്തിനാ മാർക്ക്? അവൻ മിന്നിത്തിളങ്ങല്ലേ. നിന്റെ ജീവിതം ഇങ്ങനെ മിന്നിത്തിളങ്ങട്ടെ തേജസ്. നിനക്ക് താല്പര്യമില്ലേ അതിന്? മാർക്കും കൂടെ തന്നാ കുറച്ചുകൂടെ തിളങ്ങും. മാർക്ക് തരണമെന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. അതെ, നമ്മുടെ പ്രിയപ്പെട്ട ശ്യാം സാർ. അതെ, ഞാൻ എടുത്തു ഫോട്ടോ. ഇപ്പൊ സാറിനെ അതെ, നമുക്ക് അവിടെ നിർത്തിക്കൊണ്ട് മാർക്ക് പറയാം. അതെ. ചക്കരെ 8.8 മാർക്സ്. ശ്യാം സാർ നമസ്കാരം. പാറു ഭയങ്കര ഭാഗ്യടി. സത്യം, ഞാനിപ്പോ ആ ഒരു മൊമെന്റ് വീണ്ടും ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ നിന്നോട് പറഞ്ഞില്ല അല്ലേ അങ്ങോട്ട് പോണേ? ഞാൻ അതല്ലേ പറഞ്ഞ, ഏതോ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്നെ. ഞാൻ സാറിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞാണ് ഞാനിരിക്കണം. ആ റൂമിന്റെ ഡോർ തുറക്കുമ്പോഴാണ് ഞാൻ ശ്യാം സാർ അവിടെ കസേരയിൽ ഇരിക്കുന്ന കാണുന്നത്. എനിവേസ്, താങ്ക് യു ശരത് സാർ, ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ താങ്ക് യു. ഓക്കെ, സോ ടോട്ടൽ 17.6. ഓക്കേടാ.